പ്രിയപ്പെട്ടവരെ, ശാലോം ടി വിയുടെ മദർ ഓഫ് ഗോഡ് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഞാൻ ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെല്ലാവരും തീർത്ഥാടക സഭയുടെ അംഗങ്ങളാണ്. ഈ തീർത്ഥാടക സഭയിൽ പരിശുദ്ധ അമ്മയുമൊത്ത് നമ്മുടെ യാത്ര നമ്മൾ തുടരുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ യേശുവിൻ്റെ അമ്മയായ നസ്സസിലെ മേരി ആരായിരുന്നുവെന്നും എപ്രകാരം യേശുവിൻ്റെ രക്ഷാകര കർമ്മവുമായി പങ്കുചേർന്നുവെന്നും നാം മനസ്സിലാക്കിയുണ്ടായി. അതിൻ്റെ ഫലമായി ദൈവം മേരിയെ പ്രത്യേകമായ സ്ഥാനത്തേക്ക് ഉയർത്തി. അതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം കണ്ടത്. മേരി അമലോൽഫിയായി ജനിച്ചു. നിത്യകന്യകയായി ദൈവം മറിയത്തെ കാത്തുസൂക്ഷിച്ചു. പിന്നീട് സ്വർഗാരോപണത്തിലൂടെ മേരിക്ക് സ്വർഗരാജ്ഞിയായി മേരിയെ അവരോധിക്കുകയാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യേശു സ്ഥാപിച്ച തിരുസഭയിൽ മേരിക്കുള്ള സ്ഥാനം എന്താണ്, തിരുസഭയുമായിട്ടുള്ള മേരിയുടെ ബന്ധം എന്താണ്. നമുക്കറിയാം, രണ്ടാം വത്തിക്കാൻ സൂനോദോസ് അതിൻ്റെ ആരംഭത്തിൽ തന്നെ എഴുതിയിരിക്കുന്നത് ജനതകളുടെ പ്രകാശമായ ക്രിസ്തു എന്നും പറഞ്ഞാണ് ഇത് ആരംഭിക്കുന്നത്. അതായത് യേശു ജനതകളുടെ പ്രകാശമാണ്. ഈ ജനതകളുടെ പ്രകാശത്തിൽ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുകയാണ്. ആ കടമ തൻ്റെ തിരുസഭയെ യേശു ഏൽപ്പിക്കുന്നു. തിരുസഭ എന്താണെന്ന് വത്തിക്കാൻ കൗൺസിൽ തന്നെ നിർവചിച്ചിട്ടുണ്ട്. അത് ദൈവജനമാണ്. അതായത് യേശുവുമായി ഗാഢമായി ബന്ധപ്പെട്ടിരിക്കുന്ന സഭ പിതാവുമായി ഐക്യത്തിലാകുന്നു, അതുപോലെ തന്നെ ലോക ജനതയുമായിട്ട്. അപ്പോൾ സഭ ദൈവവുമായിട്ടുള്ള ഐക്യത്തിൻ്റെയും സർവ്വജനത്തിൻ്റെയും അടയാളമാണ്, കൂദാശയാണ്. ഈ അടയാളവും കൂദാശയുമായ സഭയിൽ തിരുസഭയുടെ ആരംഭകാലം മുതൽ മേരിക്ക് ഒന്നാം സ്ഥാനം കൊടുത്തിരുന്നു. അതായത് സഭയുടെ മാതാവായി തിരുസഭയെ നയിക്കുന്ന, തിരുസഭയ്ക്ക് ജന്മം നൽകി തിരുസഭയെ വളർത്തി വലുതാക്കുന്ന ഒരമ്മ. അതാരംഭിക്കുന്നത് കാൽവരിയിൽ നിന്നാണ്. യേശുനാഥനാണ് ആ സ്ഥാനം കൊടുക്കുന്നത്. അതിനെ തിരുസഭ എന്നും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായിട്ട് രണ്ടാം വത്തിക്കാൻ സൂനോദോസിൽ തന്നെ മാതാവും തിരുസഭയുമായിട്ടുള്ള ബന്ധത്തെപ്പറ്റി പറയുമ്പോൾ ഇപ്രകാരം പറയുന്നുണ്ട്: മറിയത്തിൻ്റെ നിഗൂഢ വിശുദ്ധിയെപ്പറ്റി ധ്യാനിക്കുകയും അവളുടെ ദൈവസ്നേഹം അനുകരിക്കുകയും പിതാവിൻ്റെ തിരുമനസ് വിശ്വസ്തയോടെ നിറവേറ്റുകയും ചെയ്യുമ്പോൾ ദൈവവചനത്തെ വിശ്വാസത്തിൽ സ്വീകരിച്ചുകൊണ്ട് സഭ ഒരു മാതാവായി തീരുകയാണ് ചെയ്യുന്നത്. അതാണ് തിരുസഭയും മാതാവുമായിട്ടുള്ള ബന്ധം. അതായത് തിരുസഭ ഒരു മാതാവായി തീരുന്നു. നമുക്കറിയാം, മാതാവ് ആരാണ്? ഒരു ശിശുവിന് ജന്മം നൽകി വളർത്തി വലുതാക്കുന്നു. എങ്ങനെയാണ് സഭ മാതാവായി തീരുന്നത്? അതാണ് ഇതിനകത്ത് പറയുന്നത്. ഒന്ന്, പിതാവിൻ്റെ തിരുമനസ് വിശ്വസ്താപൂർവം നിർവഹിക്കുന്നു. രണ്ട്, ദൈവസ്നേഹത്തെ അനുകരിക്കുന്നു. മൂന്നാമത്, മക്കൾക്ക് ജന്മം നൽകുന്നു, അത് മാമോദീസായിലൂടെ. അപ്പോൾ തിരുസഭ മാതാവാണ്. ഇത് തന്നെയാണ് ഈ തിരുസഭയുടെ അമ്മയായി തീരുന്നത് പരിശുദ്ധ കന്യാമറിയമാണ്. കാരണം യേശുനാഥൻ അമ്മയ്ക്ക് ആ ദൗത്യമായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമായിട്ട് കൊടുക്കുന്നത്. ആ ഭാഗത്തെപ്പറ്റി ഒന്ന് വായിക്കാമോ? യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം 19. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേപ്പാസിൻ്റെ ഭാര്യയും മഗ്ദലന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു: സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു: ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അനന്തരം എല്ലാം നിറവേറ്റിക്കഴിഞ്ഞുവെന്ന് അറിഞ്ഞ് തിരുവെഴുത്തെഴുത്ത് പൂർത്തിയാക്കാൻ വേണ്ടി യേശു പറഞ്ഞു: എനിക്ക് ദാഹിക്കുന്നു. ഒരു പാത്രം നിറയെ വിനാഗിരി അവിടെ ഉണ്ടായിരുന്നു. അവർ വിനാഗിരിയിൽ കുതിർത്ത ഒരു നീർപ്പഞ്ഞി ഹീസോപ്പ് ചെടിയുടെ തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോടടുപ്പിച്ചു. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു: എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു.
യേശു കുരിശിൽ കടന്ന് എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറയുന്നതിന് മുമ്പ് അവിടുന്ന് ലോകത്തിന് നൽകിയത് തൻ്റെ അമ്മയാണ്. അതുകൊണ്ടാണ് സുവിശേഷൻ പറഞ്ഞിരിക്കുന്നത്, താൻ സ്നേഹിച്ച ശിഷ്യനെ ചൂണ്ടിക്കൊണ്ട് പറയുന്നു, ഇതാ നിൻ്റെ അമ്മ. താൻ സ്നേഹിച്ച ശിഷ്യൻ ആരാണ്? അത് നമ്മൾ ഓരോരുത്തരുമാണ്, സഭയിലെ ഓരോ അംഗവുമാണ്. അപ്പോൾ സഭയിലെ ഓരോ അംഗത്തിനും യേശു ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിക്ക് തൻ്റെ അമ്മയെ അവസാനമായി കൊടുത്ത ശേഷമാണ് അവിടുന്ന് പറയുന്നത്, എല്ലാം പൂർത്തിയായിരിക്കുന്നു. ഇതാണ് യേശുവിൻ്റെ അമ്മ തിരുസഭയുടെ അമ്മയായി തീരുവാനുള്ള കാരണം. ഏറ്റവും അടിസ്ഥാനപരമായി നാം സുവിശേഷത്തിൽ കാണുന്നത് ഇത് മേരി തൻ്റെ ദൗത്യം പിന്നീട് വരും കാലങ്ങളിൽ പൂർത്തീകരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇതുകൊണ്ടാണ് സഭ തന്നെ മാതാവിനെ തിരുസഭയുടെ അമ്മ, അതായത് തിരുസഭയ്ക്ക് ജന്മം നൽകുന്ന അമ്മ എന്ന് പറയുന്നത്. സുവിശേഷത്തിൽ പറയുന്നുണ്ടല്ലോ, ആ ശിഷ്യൻ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. സ്വഭവനം എന്ന് പറയുന്നത് കൊണ്ട് സ്വന്തം ജീവിതം, സ്വന്തം ഇഷ്ടം, സ്വന്തം ആഗ്രഹം തൻ്റെ ജീവിതത്തിലേക്ക് വഹിക്കുകയാണ്. ഇതാണ് തിരുസഭയിലേക്കും അമ്മയെ സ്വീകരിക്കുന്നത്. അങ്ങനെ മേരി തിരുസഭയുടെ അമ്മയായി തീരുകയാണ്. അച്ഛൻ പറഞ്ഞുവല്ലോ പരിശുദ്ധ കന്യാമറിയം തിരുസഭയുടെ മാതാവാണെന്ന്. എന്നാൽ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അച്ഛൻ പറയുകയുണ്ടായി, ഈശോയുടെ രക്ഷാകര ദൗത്യത്തിൻ്റെ ഫലമായിട്ടാണ് പരിശുദ്ധ മറിയവും രക്ഷിക്കപ്പെട്ടതെന്ന്. അങ്ങനെ പരിശുദ്ധ മറിയം തിരുസഭയിലെ ഒരു അംഗമായി തീരുകയാണ് ചെയ്തത്. എന്നാൽ ഈ തിരുസഭയുടെ അംഗമായിരിക്കുന്ന പരിശുദ്ധ മറിയം എങ്ങനെ തിരുസഭയുടെ മാതാവാകാൻ കഴിയും? അജയ് ചോദിച്ച ചോദ്യം വളരെ അടിസ്ഥാനപരമായിട്ടുള്ളതാണ്. മേരിയും യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ ഒരു ഫലമാണ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ കുരിശ് മരണം വഴി മേരിയും രക്ഷിക്കപ്പെട്ടു. പക്ഷേ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ഒന്ന് കണ്ടു, മേരിയുടെ ആ രക്ഷിക്കപ്പെടലിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. മേരിയെ ദൈവം ജന്മപാപത്തിന് അതിൽ നിന്നും ഒഴിവാക്കി ജനിക്കുന്നതിന് മുമ്പ് തന്നെ വിശദീകരിച്ച് മേരിയെ യേശുവിൻ്റെ അമ്മയാകുവാൻ തിരഞ്ഞെടുക്കുകയാണ്. പക്ഷേ അത് വരുന്നതും യേശുവിൻ്റെ രക്ഷാകര കർമ്മത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് മേരി തിരുസഭയുടെ അംഗമാണ്, തിരുസഭ സഹോദരിയാണ്. അത് സഭയും പഠിപ്പിക്കുന്നു. മേരി തിരുസഭയുടെ അമ്മയാണ്, സഹോദരിയാണ് നമ്മുടെ എല്ലാവരുടെയും. ഈ സഹോദരിക്ക്, ഈ അംഗത്തിന് എങ്ങനെ അമ്മയായി തീരാൻ സാധിക്കും? ഇതിൻ്റെ ഉറവിടമാണ് ഇപ്പോൾ നമ്മൾ കണ്ട അസുവിശേഷ ഭാഗം. യേശു തന്നെയാണ് തൻ്റെ അമ്മയെ താൻ സ്ഥാപിക്കാൻ പോകുന്ന ആ സഭയുടെ അമ്മയായി തീർക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ട്, സാദൃശ്യമായിട്ടാണ് കാൽവരിയിൽ അത് കാണുന്നത്. ഇനി സഭ എപ്രകാരമാണ് അമ്മയാകുന്നതെന്ന് ഞാൻ പറഞ്ഞു. അതായത് മക്കൾക്ക് ജന്മം നൽകുന്നു. അത് കൂദാശയിലൂടെ, മാമുദീസായിലൂടെ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് തിരുസഭ അമ്മയായി തീരുകയാണ്. അതുപോലെ തന്നെ പരിശുദ്ധി അമ്മ അമ്മയായി തീരുന്നത് യേശുവിന് ജന്മം നൽകി. ആ യേശുവിൻ്റെ അമ്മയായി തീരുന്നതോടുകൂടി തിരുസഭയുടെ അമ്മയായി തീരുന്നു. കാരണം യേശു സഭയുടെ ശിരസ്സാണ്. ആ ശിരസ്സിൻ്റെ അമ്മയാണ് മേരി. അതുകൊണ്ടാണ് തിരുസഭയുടെ അമ്മ എന്ന് വിളിക്കുന്നത്. കാരണം യേശുവുമായി അത്ര അഗാധമായി അപകാരമായി മേരി ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് മേരിയെ തിരുസഭയുടെ അമ്മ എന്ന് വിളിക്കുന്നു. മാത്രമല്ല, ജന്മം നൽകുക മാത്രമല്ല, മേരി ഓരോ ദിവസവും ആ മക്കളെ പരിപാലിച്ച് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇതുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ തിരുസഭയുടെ അമ്മ എന്നും വിളിക്കുന്നത്. 1964 നവംബർ 21 രണ്ടാം വത്തിക്കാൻ സൂനോദോസിൻ്റെ ഏറ്റവും അവസാനം പോൾ ആറാമൻ മാർപ്പാപ്പ മേരിയെ മാതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു രംഗമുണ്ട്. അതിലിതാണ് പറയുന്നത്: ഏറ്റവും പരിശുദ്ധിയായ കന്യാമേരിയെ തിരുസഭയുടെ അമ്മയായി നാം പ്രഖ്യാപിക്കുന്നു. അതായത് ദൈവജനത്തിൻ്റെ മുഴുവൻ
എല്ലാ വിശ്വാസികളുടെയും അജപാലകരുടെയും അവളെ നമ്മൾ വിളിക്കുന്നു ഏറ്റവും സ്നേഹം നിറഞ്ഞ അമ്മ എന്ന്. ഇത് തിരുസഭയുടെ പഠനമാണ്, തിരുസഭയുടെ വിശ്വാസമാണ് ആരംഭം മുതൽ ഇന്ന് വരെയും. അച്ഛ, പരിശുദ്ധ അമ്മയെപ്പറ്റി പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ഒരു പ്രാവശ്യമേ പറയുന്നുള്ളല്ലോ. പിന്നെ മാതാവ് സുവിശേഷം പ്രസംഗിച്ചതായോ മിഷൻ പ്രവർത്തനം നടത്തിയതായോ പിന്നീട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് മാതാവിനെ നമുക്ക് മാതൃകയായിട്ട് പറയാൻ പറ്റുന്നത്? ഉയർത്തെഴുന്നേൽപ്പിൽ പരിശുദ്ധ അമ്മയുടെ പങ്കാളിത്തത്തെപ്പറ്റി നമുക്ക് പ്രത്യേകമായിട്ടൊന്നും സുവിശേഷത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നില്ല. എന്നാൽ നാം കാണുന്നുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർ സിയോൻ മാടിയിൽ ഒന്നിച്ചു ചേരുന്നു. അവിടെ അമ്മയുടെ സാന്നിധ്യത്തെ നാം കാണുന്നുണ്ട്. അത് നടപടി പുസ്തകത്തിലാണ് നാം കാണുന്നത്. 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്ന ഇതാണ്: ഇവർ ഏക മനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും അവൻ്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. മേരിയുടെ ദൗത്യം അവിടെ ആരംഭിക്കുകയാണ് തിരുസഭയിൽ. അതായത് സഭ എന്നത് നാം മുമ്പ് കണ്ടതുപോലെ ലോകത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ദൈവജനമാണ്. അപ്പോൾ ഈ പ്രകാശം നിറഞ്ഞു നിൽക്കണമെങ്കിൽ അവിടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതായിരുന്നു യേശുനാഥൻ മേരിക്ക് ഏൽപ്പിച്ചു കൊടുത്ത ഏറ്റവും വലിയ ദൗത്യവും. ആ ദൗത്യമാണ് നാം കാണുന്നത്. ശിഷ്യന്മാരോടൊന്നിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പിന്നീട് അലീന പറഞ്ഞതുപോലെ പുതിയ നിയമത്തിൽ മേരിയെപ്പറ്റി ഒരിടത്തും സ്ലീഹന്മാരോ എഴുതിയതായിട്ട് നാം കാണുന്നില്ല. പക്ഷേ ആ വാക്യത്തിൽ തന്നെ മേരിയുടെ ദൗത്യവും മേരിയുടെ ഭാവി പ്രവർത്തനവും എല്ലാം അടങ്ങിയിരിപ്പുണ്ട്. പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുന്നു. കാരണം പ്രാർത്ഥനയാണ് എല്ലാ മിഷൻ പ്രവർത്തനത്തിൻ്റെയും ശക്തി കേന്ദ്രം. ഇന്നും ഏതെങ്കിലും ഒരു മിഷണറി എവിടെയെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പ്രാർത്ഥനയുടെ ശക്തിയാലാണ് ആ പ്രവർത്തനം നടക്കുന്നത്. പരിശുദ്ധ അമ്മ അന്ന് മുതൽ ഇന്ന് വരെയും തൻ്റെ ആ ദൗത്യം പൂർത്തീകരിക്കുന്നു. പ്രാർത്ഥനയിലൂടെ ശിഷ്യർക്ക്, മിഷണർമാർക്ക് തൻ്റെ ശക്തി നൽകുകയാണ്. ഇതുകൊണ്ടാണ് മേരി ശരിയാണ് ഒരു വിദേശങ്ങളിലേക്കോ അല്ലെങ്കിൽ പാലസ്തീനിലോ പ്രസംഗിച്ച് നടക്കുന്നതായും കാണുന്നില്ല. പക്ഷേ ആ ശിഷ്യന്മാർക്ക് ശക്തി നൽകുന്നത് അത് മേരിയുടെ പ്രാർത്ഥനയാണ്. ഇതുകൊണ്ടാണ് മേരിയെ നമ്മൾ തിരുസഭയുടെ മാതൃകയായി കാണുന്നത്. മാതൃക എന്ന് പറയുമ്പോൾ പ്രധാനമായി 3 കാര്യമാണ് അവിടെ കൊണ്ടുവരുന്നത്. ഒന്ന്, മേരിയുടെ പ്രാർത്ഥന. രണ്ടാമത്, മേരിയുടെ വിശ്വാസം. എപ്രകാരമാണ് മേരി വിശ്വസിച്ച് ജീവിച്ചത്? അത് പൂർണ്ണതയിലായിരുന്നു. രണ്ടാമത്, ദൈവവചനത്തിൻ്റെ ആ പാതയിലൂടെ, ആ പ്രകാശത്തിലൂടെ മാത്രം നടന്നവളാണ് പരിശുദ്ധ കന്യാമറിയം. ഇന്നും ക്രിസ്തു ശിഷ്യരെ, ദൈവജനത്തെ, തിരുസഭയെ മേരി നയിക്കുന്നത് ഈ പ്രകാശത്തിൻ്റെ പാതയിലൂടെയാണ്. ആ പ്രകാശത്തിൻ്റെ പാതയിൽ ക്രിസ്തുവാകുന്ന പ്രകാശത്തിൽ നിറഞ്ഞു നിൽക്കുവാൻ മേരി പ്രാർത്ഥിക്കുന്നു. മേരി തൻ്റെ ജീവിത ദൗത്യം അതിലൂടെ പൂർത്തിയാക്കിയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് കന്യാമേരി തിരുസഭയുടെ അമ്മയാണ്, തിരുസഭയുടെ മാതൃകയാണ്. വിശ്വാസത്തിൻ്റെ, വിനയത്തിൻ്റെ, അനുസരണത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ മാതൃക. അച്ഛാ, എനിക്കൊരു സംശയമുണ്ട്. പരിശുദ്ധ കന്യകാമറിയം തിരുസഭയുടെ മാതാവാണല്ലോ. ഇന്നത്തെ ഈ ലോകത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദൗത്യം എന്താണ്? അത് നമ്മുടെ അനുദിന ജീവിതത്തിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും? തിരുസഭയുടെ ദൗത്യം തന്നെ നമുക്ക് എന്താണ്? ഒന്നാമത്തെ ദൗത്യം യേശുനാഥൻ നാം കാണുന്നുണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ. ഉയർത്തതിന് ശേഷം ശിഷ്യന്മാരെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ഒരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം അധ്യായം 28. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൊണ്ടുണ്ടായിരിക്കും. അപ്പോൾ സഭയുടെ ദൗത്യം യേശു നൽകിയ ഈ സുവിശേഷം ലോകം മുഴുവൻ നൽകുകയും സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, സന്തോഷത്തിൻ്റെ, പ്രതീക്ഷയുടെ ഈ സന്ദേശം ലോകത്തിന് നൽകുക, അതുപോലെ തന്നെ ജ്ഞാനസ്നാനത്തിലൂടെ അവരെ ദൈവ മക്കളാക്കി തീർക്കുക. ഇതാണ് സഭയുടെ ദൗത്യം. ഇവിടെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ആ ദൗത്യവും നാം കാണുന്നത്. സഭയുടെ ഈ വലിയ ദൗത്യം മിഷണറിയുടെ ദൗത്യം. രണ്ടാമത് ആ മിഷൻ പ്രവർത്തനത്തിലൂടെ ദൈവത്തിലേക്ക് തിരിയുന്ന മക്കളെ ദൈവമക്കളാക്കി തീർക്കുന്നു. അവിടെയാണ് പരിശുദ്ധ അമ്മ തിരുസഭയുടെ അനുദിന ജീവിതത്തിൽ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നത്. നാം മുമ്പ് കണ്ടു, അമ്മയുടെ ഏറ്റവും വലിയ ദൗത്യം തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, തിരുസഭയ്ക്ക് ശക്തി നൽകുക, തിരുസഭയ്ക്ക് മധ്യസ്ഥം വഹിച്ച് പ്രകാശം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുക. അതായിരുന്നല്ലോ ആദ്യത്തെ ആ സഭാ സമൂഹത്തിൽ നാം കണ്ടുമുട്ടിയത്. ഇന്നും പരിശുദ്ധ അമ്മ തിരുസഭ മുമ്പ് ഞാൻ പറഞ്ഞു ദൈവജനമാണ്. അതിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം കുടുംബമാണ്. ഓരോ കുടുംബത്തിലും അമ്മയുടെ ദൗത്യം നിർവഹിക്കുകയാണ്. ആ കുടുംബത്തിൻ്റെ നാഥയായി അമ്മയായി അവരുടെ വേദനയിൽ പങ്കുചേർന്ന് അവരുടെ ദുഃഖത്തിൽ ഒന്നു ചേർന്ന് അമ്മയും അവരോടൊപ്പം ജീവിക്കുന്നു. കാരണം ഓരോ കുടുംബത്തിലുമാണ് യേശുവിൻ്റെ ആ വാഗ്ദാനം, യേശു നൽകിയ അവസാനത്തെ സമ്മാനം സ്വീകരിക്കുന്നത്. ഇതാ നിൻ്റെ അമ്മ. ഒരു കുടുംബത്തിലെ അപ്പച്ചനും അമ്മച്ചിയും മക്കളും കൂടി അമ്മയെന്ന് വിളിക്കുമ്പോൾ അമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അതാണ് തിരുസഭയുടെ അടിസ്ഥാന ഘടകം. ആ കുടുംബങ്ങളെല്ലാം കൂടി ഒന്നിച്ചു തീരുമ്പോൾ നമ്മൾ തിരുസഭ എന്ന് പറയുന്നു. അവിടെയും അമ്മ തൻ്റെ ദൗത്യം നിർവഹിക്കുന്നു. മാർപ്പാപ്പായ്ക്ക്, മെത്രാന്മാർക്ക്, സഭയെ നയിക്കുന്ന സഭാധികാരികൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ വേണ്ടി അമ്മയുടെ പ്രാർത്ഥനാ മധ്യസ്ഥം അവിടെയുണ്ട്. അവർക്ക് വിജ്ഞാനം നൽകുവാൻ വേണ്ടി അമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ട്. അവരുടെ സംരക്ഷണം അവരുടെ അനുദിന ജീവിതത്തിലുണ്ട്. ഇതുപോലെ തന്നെ യേശു ശിഷ്യർക്ക് നൽകിയ ആ ദൗത്യമുണ്ടല്ലോ, ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ. അവിടെ അമ്മ തീർച്ചയായിട്ടും സജീവമായിട്ടും അവിടെ പങ്കുചേരുന്നുണ്ട്. കത്തോലിക്ക സഭ ഇത് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും അനുഭവിക്കുകയും അറിയുന്നു. ഇതെങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കാൻ സാധിക്കും? അത് അമ്മയുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കുമ്പോഴേ നമുക്കിത് അനുഭവപ്പെടുകയുള്ളൂ. അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ അമ്മയെ വിളിച്ചപേക്ഷിക്കണം. ആ യേശു നൽകിയ ആ ദിവ്യ സമ്മാനത്തെ നമ്മൾ പ്രാർത്ഥനയിലൂടെ നമ്മുടെ കരങ്ങളിലും നമ്മുടെ ഹൃദയത്തിലും നമ്മൾ ഏറ്റെടുക്കണം, നമ്മുടെ കുടുംബത്തിൽ. അപ്പോഴാണ് അമ്മയുടെ ദൗത്യം, അമ്മയുടെ സാന്നിധ്യം, അമ്മയുടെ ആ സജീവമായ പങ്കാളിത്തം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും തിരുസഭയിലും അനുഭവപ്പെടുന്നുള്ളൂ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പരിശുദ്ധ അമ്മയെപ്പറ്റി, അമ്മയുടെ ഈ ദൗത്യത്തെപ്പറ്റി പറയുന്നുണ്ട്. എപ്രകാരം പരിശുദ്ധ കന്യാമറിയം ഓരോ വ്യക്തികളിലേക്കും ഓരോ കുടുംബത്തിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു. അത് വിശ്വസിക്കുന്ന കുടുംബത്തിലാണ് അതിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത്, അനുഭവം ലഭിക്കുന്നത്. വിശ്വസിക്കാത്തവിടത്ത് ഒരത്ഭുതവും നടക്കുകയില്ല. ഇവിടെ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന ഇതാണ്, കന്യാമറിയത്തിന് ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും രഹസ്യത്തിലുള്ള ധർമ്മത്തെപ്പറ്റി പ്രതിപാദിച്ചു കഴിഞ്ഞതാകിയാൽ അവൾക്ക് സഭയുടെ രഹസ്യത്തിലുള്ള സ്ഥാനത്തെപ്പറ്റി പരിഗണിക്കുക ഇപ്പോൾ സമുചിതമാണ്. കന്യകാമറിയം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെയും രക്ഷകൻ്റെയും അമ്മയായി അംഗീകരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു. ഈ പരിശുദ്ധ അമ്മയെ രക്ഷകൻ്റെ അമ്മയായി, ദൈവത്തിൻ്റെയും അമ്മയായി അംഗീകരിക്കുന്ന വ്യക്തികളിലും കുടുംബങ്ങളിലുമേ മാതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുകയുള്ളൂ. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ വ്യക്തമായും ക്രിസ്തുവിൻ്റെ അവയവങ്ങളുടെ അമ്മയാണ്. ആരാണ് ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ? നമ്മൾ ഓരോരുത്തരുമാണ്, ഓരോ കുടുംബവുമാണ് അവൾ. അതുകൊണ്ട് സഭ പഠിപ്പിക്കുകയാണ്, അവൾ വ്യക്തമായും ക്രിസ്തുവിൻ്റെ അവയവങ്ങളുടെ അമ്മയാണ്. എന്തുകൊണ്ടെന്നാൽ സഭയുടെ ശിരസ്സായ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായ വിശ്വാസികളുടെ ജനനം സാധ്യമാക്കുന്നതിൽ അവൾ തൻ്റെ സ്നേഹത്താൽ സഹകരിച്ചു. നാം എല്ലാവരും മാമുദീസായിൽ നവജന്മം പ്രാപിച്ചവരാണ്.
നാം എല്ലാവരും ദൈവ മക്കളായി തീർന്നവരാണ്. ആബാ പിതാവേ എന്ന് പിതാവിനെ, ദൈവത്തെ വിളിക്കുവാൻ നമുക്ക് പ്രത്യേകമായി അനുഗ്രഹം കിട്ടിയവരാണ്, വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധീകരിക്കപ്പെട്ടവരാണ്. അതാണ് പറയുന്നത്, വിശ്വാസികളുടെ ജനനം സാധ്യതമാക്കുന്നതിൽ അവൾ തൻ്റെ സ്നേഹത്താൽ സഹകരിച്ചു. ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം സഭയുടെ അമ്മയാണ്. അപ്പോൾ യേശു നൽകിയ അമ്മ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയായി മാറുന്നു, നമ്മുടെ കുടുംബത്തിൻ്റെ അമ്മയായി മാറുന്നു, നമ്മുടെ സമൂഹത്തിൻ്റെ അമ്മയായി മാറുന്നു, തിരുസഭയുടെ അമ്മയായി മാറുന്നു. ഇതാണ് നമുക്ക് സന്തോഷിക്കുവാനും ആഹ്ലാദിക്കുവാനും ദൈവത്തിന് 1000 നന്ദി പറയാനുമുള്ള ഏറ്റവും വലിയ യേശുവിൻ്റെ സമ്മാനം. അതിലാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷയും അടങ്ങിയിരിക്കുന്നത്. അച്ഛൻ പറയുകയുണ്ടായി പരിശുദ്ധ മറിയം തിരുസഭയുടെ പൂർണ്ണ മാതൃകയാണെന്ന്. ഈ പൂർണ്ണ മാതൃക എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പരിശുദ്ധ കന്യാമറിയം പൂർണ്ണ മാതൃക. നമുക്കറിയാം, യേശു ആരാണ് ഒരു ക്രൈസ്തവൻ? യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക. യേശുവിനെ അനുഗമിക്കുന്ന വ്യക്തി, യേശു ശിഷ്യത്വം സ്വീകരിക്കുന്ന വ്യക്തി, അതാണ് ആ ശിഷ്യത്വം അതിൻ്റെ പൂർണ്ണതയിൽ വരുന്ന ജ്ഞാനസ്ഥാനത്തിലൂടെ. അതിൻ്റെ മാതൃകയായിട്ട്, പൂർണ്ണ മാതൃകയായിട്ട് തന്നെ എന്തുകൊണ്ട് മേരിയെ തിരുസഭ പ്രഖ്യാപിക്കുന്നു? അത് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന്, സുവിശേഷത്തിലുള്ള മേരിയെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്, എപ്രകാരം ശിഷ്യന്മാർ മേരിയുമൊത്ത് ജീവിച്ചു, മേരിയെ എത്രമാത്രം ബഹുമാനിച്ചുവെന്ന പാരമ്പര്യത്തിലൂടെ നാം മനസ്സിലാക്കണം. മൂന്നാമത്തേത്, നമ്മുടെ ജീവിതാനുഭവത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം. ഈ 3 കാര്യമാണ്: ബൈബിൾ, പാരമ്പര്യം, നമ്മുടെ ജീവിതാനുഭവം. ബൈബിളിൽ ആരാണ് മേരി എപ്രകാരം ജീവിച്ചുവെന്ന് നാം കണ്ടു. ദൈവജനത്തെ പൂർണ്ണമായി വിശ്വസിച്ചവൾ, വചനത്തെ അനുകരിച്ചവൾ. അതുപോലെ തന്നെ പാരമ്പര്യം, അന്നത്തെ പാരമ്പര്യം അന്ന് മേരി എപ്രകാരം മനസ്സിലാക്കി, അതാണ് പിന്നീട് നാം തിരുസഭയ്ക്ക് കൈവന്ന ഏറ്റവും ഇതിൽ മുതൽക്കോട്ട്. അവിടെ മേരിയെ കണ്ടത് പാൻ അഗിയ, ഓൾ ഹോളി, മേരി വിശുദ്ധിയിൽ നിറഞ്ഞവളായിരുന്നു. തിരുസഭയുടെ ഏറ്റവും ഉന്നതമായ ലക്ഷ്യവും ഇതുതന്നെയാണ്, ദൈവമക്കളെ വിശുദ്ധിയിൽ വളർത്തുക, പൂർണ്ണത പ്രാപിക്കുക. ആ പൂർണ്ണത പ്രാപിച്ചത് ഏക വ്യക്തി, അത് മേരിയാണ്. അതുകൊണ്ടാണ് മേരിയെ പൂർണ്ണ മാതൃകയായിട്ട് കാണുന്ന ഒരു കാര്യം. രണ്ടാമത് നാം കാണുന്നുണ്ട്, മേരി വിശ്വസ്തതാപൂർവം വചനത്തെ അനുസരിച്ച് ജീവിച്ചു. ഇത് തന്നെയാണ് തിരുസഭയെ നമ്മളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ വചനം വായിക്കണം, പഠിക്കണം, നന്നായി പഠിക്കണം, മനസ്സിലാക്കണം. അതുപോലെ തന്നെ അത് വിശ്വസ്തതാപൂർവം ജീവിക്കുവാനും ശ്രമിക്കണം. നമ്മുടെ ജീവിതം ആ വചനത്തിൽ അധിഷ്ഠിതമായ, ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിൻ്റെ പ്രകാശത്തിൽ നിറഞ്ഞ ഒരു ജീവിതം നയിക്കണം. മൂന്നാമതായി തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്, തിരുസഭയുടെ പഠനങ്ങളുണ്ട്. ഈ പഠനങ്ങൾ ബൈബിളിനെയും പാരമ്പര്യത്തെയും അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്, ജീവിത അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. വിശുദ്ധരും വിജ്ഞരുമായ ദൈവജനം, ശിഷ്യർ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് തിരുസഭയുടെ ആ മാർഗം അനുസരിച്ചും നമ്മൾ ജീവിക്കണം. ഇത് മേരി തൻ്റെ ജീവിതകാലത്ത് കാണിച്ചു തന്നു. യേശു പറഞ്ഞ വചനങ്ങൾ സ്വീകരിച്ച് ജീവിച്ച് ശിഷ്യന്മാരോടൊത്ത് പ്രാർത്ഥനയിൽ അവൾ മുഴുകിയിരുന്നു. അവിടെയായിരുന്നല്ലോ സഭയുടെ ആരംഭവും. മൂന്നാമത് നാം കാണുന്നത് മേരിയുടെ നിസ്വാർത്ഥമായ സേവനം. തനിക്ക് ഒരു വലിയ ദൈവാനുഗ്രഹം ലഭിച്ചുവെന്ന് കണ്ടപ്പോൾ അതിനെ ഉള്ളിലൊതുക്കി ഇരിക്കുകയല്ല മേരി ചെയ്തത്. അതിൻ്റെ സന്തോഷത്തിൽ തൻ്റെ ഇളയമയെ ശുശ്രൂഷിക്കുന്ന നിസ്വാർത്ഥമായ ഒരു സേവനത്തിൻ്റെ അമ്മയെ കാണുന്നുണ്ട്. യേശു വേദനയിൽ നടന്നപ്പോൾ തൻ്റെ സുവിശേഷ ദൗത്യം പൂർത്തീകരിക്കുമ്പോൾ മേരി അവിടെ ഉണ്ടായിരുന്നു. എല്ലാം മറന്നു തൻ്റെ ദുഃഖം, അത് തൻ്റെ പുത്രൻ്റെ ദുഃഖവുമായി ഒന്നിപ്പിക്കുന്ന മേരിയെ കാണുന്നുണ്ട്. നമുക്ക് മാതൃകയാണ്, തിരുസഭയ്ക്ക് മാതൃകയാണ്. നമ്മുടെ ദുഃഖത്തിലും ആ മേരി പങ്കാളികളായിത്തീരുന്നു. മൂന്നാമത് നാം കാണുന്നുണ്ട്, കർത്താവിനെ കാത്തിരിക്കുന്ന, തിരിയും കൊളുത്തി കാത്തിരിക്കുന്ന ഒരമ്മയെ, അത് മേരിയാണ്. തൻ്റെ പുത്രൻ്റെ വരവിനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആ പുത്രനെ കാണിച്ചു തരുവാൻ വേണ്ടിയിട്ട്
അതുകൊണ്ടാണ് മേരിയെ നമ്മുടെ മാതൃകയായി നമ്മൾ എടുക്കുന്നത്. ഓരോ ദിവസവും യേശുവിൻ്റെ വരവിനായി നാം കാത്തിരിക്കണം. മണവാളിന് വേണ്ടി കാത്തിരിക്കുന്ന കന്യകളെ പോലെ അത് മേരി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിശ്വാസം, മേരിയുടെ വിശ്വാസം കറകളഞ്ഞ വിശ്വാസമായിരുന്നു. ഏറ്റവും വലിയ വിശ്വാസത്തിൻ്റെ മാതൃക മേരിയാണ്. നമ്മുടെ യേശുവിന് വിശ്വാസത്തിൻ്റെ കാര്യമില്ലായിരുന്നു, ദൈവപുത്രനായിരുന്നു. എന്നാൽ മേരി വിശ്വസിച്ചു. ആ വിശ്വാസം 100% പൂർണ്ണതയുള്ളതായിരുന്നു. ഈ വിശ്വാസത്തിലേക്കാണ് നമ്മളെയും വിളിച്ചിരിക്കുന്നത് ദൈവം. അതുകൊണ്ടാണ് പറയുന്നത്, വിശ്വാസത്തിൽ, സ്നേഹത്തിൽ, സമർപ്പണത്തിൽ, വചനം ശ്രവിച്ചതിൽ, വചനം ജീവിച്ചതിൽ മേരി പൂർണ്ണ വിശ്വസ്തയായിരുന്നു. ഓരോ ക്രൈസ്തവർക്കും മേരി പൂർണ്ണമായ മാതൃകയുമാണ്. ഇതുകൊണ്ടാണ് മേരിയെ നമ്മുടെ തിരുസഭയുടെ അമ്മയും മാതൃകയും ഉത്തമയായ മാതൃകയുമായിട്ട് തിരുസഭ പ്രഖ്യാപിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഈ തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മയെ നാം കണ്ടെത്തിയത് തിരുസഭയുടെ അമ്മയായി, നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൻ്റെ നാഥയായി, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ അമ്മയായി നാം കണ്ടു. മാത്രമല്ല, ഉത്തമ മാതൃകയായിട്ട്, വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും മാതൃകയായിട്ട് നമുക്ക് അമ്മയോടൊപ്പം ചരിക്കാം. അമ്മ കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ ചരിച്ച് ക്രിസ്തുവാകുന്ന ആ പ്രകാശത്തെ പൂർണ്ണമായി സ്വീകരിക്കുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണവും മധ്യസ്ഥവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഹൃദയം പകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ആപത്തിലുലയാതെ താങ്ങായി വരും പാരിൻ സഹരക്ഷയമ്മ. പാപത്തിൽ വീഴാതെ തുണയായി വരും പരിശുദ്ധ കന്യയാണമ്മ. പരിശുദ്ധനേശുവിൻ തിരുസന്നിധിയിൽ മാധ്യസ്ഥ്യമേകുന്നോരമ്മ. മക്കളെ കാക്കുന്ന മരിയാംബിക, ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ. ഹൃദയം തകർന്നു വിളിക്കുമ്പോൾ അരികിൽ വരും അമലോത്ഭവയാമമ്മ. മിഴിനീരൊപ്പിത്തഴുകിത്തലോടും അനവദ്യ സ്നേഹമമ്മ.